ഫിലിം ഗാരേജിന്റെ 8 OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 മെയ് 1 OTT റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണല്ലോ ബ്രോമാൻസ്. ചിത്രം സോണി ലിവിന്റെ OTT പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോഴത്തെ ഇന്ന് ഏപ്രിൽ 30 തന്നെ വൈകിട്ടോടെ OTT റിലീസ് ആയിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇപ്പോൾ സിനിമ ലഭ്യമാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് യൂത്ത് ഓറിയന്റഡ് സിനിമയായിട്ട് എന്റർടൈനർ സിനിമയായിട്ട് എത്തിയ സിനിമ അന്ന് നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ്. OTTയിൽ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തേത് 28 ഡിഗ്രി സെൽഷ്യസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ തെലുഗു സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. മൂന്നാമത്തേത് മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട വടക്കൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രം ഇപ്പോഴത്തെ OTT റിലീസ് ആയിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലൂടെയാണ് സിനിമ റിലീസ് ആയിരിക്കുന്നത്. 1.5 വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മലയാളം സിനിമയാണ് സമാറ. ചിത്രം കഴിഞ്ഞ വർഷം സിംപ്ലി സൗത്തിൽ റിലീസായിരുന്നു. ഇപ്പോഴത്തെ മനോരമ മാക്സ് OTT പ്ലാറ്റ്ഫോമിലൂടെ റഹ്മാൻ സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തൊരു മലയാളം സിനിമയാണ് പറന്ന് ചെല്ലാൻ. ഈ സിനിമ ഇപ്പോഴത്തെ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമിലൂടെ വരാനിരിക്കുന്ന സിനിമ ഒന്നല്ലെങ്കിൽ ഈ ആഴ്ച അതല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ റിലീസാകുന്നതാണ്. ഓം ഭീം ബുഷ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി OTT റിലീസായ തെലുഗു സിനിമയാണ്. ഈ തെലുഗു സിനിമയുടെ തെലുഗു, തമിഴ്, മലയാളം പതിപ്പുകൾ, ഡബ് പതിപ്പുകളെല്ലാം തന്നെ ഇപ്പോഴത്തെ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. നാളെ അർദ്ധരാത്രി 12 മണിയോടെ മെയ് 2 സിംപ്ലി സൗത്തിലൂടെ സിനിമ റിലീസാകും. കോസ്റ്റ എന്ന നവാസുദ്ദീൻ സിദ്ദിഖി ചിത്രം ഇപ്പോഴത്തെ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ മെയ് 1 സിനിമ റിലീസാകുന്നതാണ്. C5 ആണ് ഹിന്ദി സിനിമയുടെ OTT പ്ലാറ്റ്ഫോം. അവസാനത്തേത് മരണമാസം എന്ന ബേസിൽ ജോസഫ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിഷു റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ എന്റർടൈനർ സിനിമ മികച്ച കളക്ഷൻ തന്നെയായിരുന്നല്ലോ നേടിയെടുത്തത്. സോണി ലിവ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ച സിനിമയാണ് ടൊവിനോ തോമസ് നിർമ്മിച്ച മരണമാസ്. ഇപ്പോഴത്തെ സിനിമ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ മെയ് മാസം അവസാനത്തോടെ സോണി ലിവിലൂടെ ബ്രോമാൻസിന് ശേഷം റിലീസാകുന്ന അടുത്ത മലയാളം സിനിമയായിരിക്കും മരണമാസ്.